50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തു നിന്ന് കടന്നുപോയ നമ്മളെല്ലാവരും സ്നേഹപൂർവം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ടി.സി. ജേക്കബ് അച്ഛൻ്റെ ഓർമ്മയാണ് ഇന്ന് നാം കൊണ്ടാടുന്നത്. ഇന്ന് വായിച്ച ഏവൻഗേലിയോൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ദാസർക്ക് താലന്തുകൾ വിഭജിച്ചു കൊടുക്കുവാൻ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തമനും വിശ്വസ്തനുമായ ദാസൻ ആരായിരിക്കും? യജമാനൻ വരുമ്പോൾ അപ്രകാരം കാണപ്പെടുന്നവൻ ഭാഗ്യവാനാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം ഓർമ്മയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാത്രമാണ് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെല്ലാം അതിലംഘിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ പലതും ഒരുപാട് മെമ്മറി ഉള്ളതാണ്. നമ്മൾ ഓർക്കാത്ത കാര്യങ്ങൾ പോലും ഓർക്കത്തക്കവണ്ണം നമ്മുടെ മെമ്മറി മുഴുവനും അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഓർമ്മയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസുലഭമായ ഭാഗ്യമാണ്. ഇവിടെ ഇരിക്കുന്നവരോട് വല്യപ്പൻ്റെ അപ്പൻ്റെ പേരെന്താണ് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഒരു 3 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് നമ്മുടെ ഓർമ്മ പോവുകയില്ല. അത്ര ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് മറിഞ്ഞു പോകുന്ന നമ്മൾ, അതിൽ ചില വ്യക്തികൾക്കൊക്കെ ദീർഘനാൾ ഓർമ്മ കൊണ്ടാടപ്പെടുവാനായിട്ട് ദൈവം നൽകുന്ന ഒരു വലിയ വരദാനമുണ്ട്. ഗീവർഗീസ് സഹദ ഇവിടെങ്ങും വന്നിട്ടില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിന് ശേഷം കടന്നുപോയൊരു വ്യക്തി നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ സ്മരണ ആളുകളെ ആവേശപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. അത് നിർവഹിക്കുവാൻ തക്കവണ്ണം ആളുകൾ വ്യഗ്രതപ്പെടുന്നു എന്ന് കാണുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ഓർമ്മ അത് ഒരു പ്രത്യേകത തരത്തിലുള്ളൊരു ഓർമ്മയാണ്. അതുകൊണ്ട് കേവലം നമ്മുടെ മസ്തിഷ്കത്തിൽ ഇത്ര നാളിൽ ജീവിച്ചിരുന്ന് കടന്നുപോയ ഒരു വ്യക്തി എന്നുള്ളൊരു ഓർമ്മയല്ല. ആ ജീവിതത്തിൻ്റെ ആകത്തുക മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഓർമ്മ എന്ന് പറയുന്നത്. ചില മനുഷ്യർ വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ ചിലർ നൂറ്റാണ്ടുകളോളം ഓർമ്മയിൽ നിൽക്കത്തക്കവണ്ണം അനുഗ്രഹീതരായി തീരുന്നതും നമ്മൾ നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അവർ വലിയ പണ്ഡിതരോ അതുപോലെ വലിയ പ്രാഗൽഭ്യമുള്ളവരോ ഒന്നും ആകണമെന്നില്ല. വലിയ പാണ്ഡിത്യവും പ്രാഗൽഭ്യമുള്ള പലരും വിസ്മൃതിയിലാണ്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മെത്രാപ്പോലിത്തയായില്ല, വിവാഹിതനാണെങ്കിൽ മക്കളെങ്കിലും ഓർക്കും. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ 50 വർഷം കഴിയുമ്പോഴും ഇത്രയും ആളുകളും വൈദികരും ആ ഓർമ്മയ്ക്ക് അടുത്തു വരുന്നെങ്കിൽ അത് ദൈവം നൽകുന്ന ഒരു ഓർമ്മയാണ്. മലങ്കര സഭയുടെ വികാസ പരിണാമ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനിയും ഗീവർഗീസ് ബാവായും ഔഗിയൻ ബാവായും അവരുടെ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ സിംഹാസനത്തിൻ്റെ ഭരണത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മാനേജർ ടു ദി മലങ്കര മെത്രാപ്പോലിത്ത, മലങ്കര മെത്രാപ്പോലിത്തായുടെ മാനേജരായിട്ട്, ഇന്ന് മാനേജർ എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ചാപ്ലൈനായിട്ടിരിക്കുക, ഒരു കാലം കഴിയുമ്പോൾ അവർ പോവുക, ആ ഒരു രീതിയാണ് ഇന്നത്തെ മാനേജർമാർക്ക് ഉള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശം. എന്നാൽ ജേക്കബ് അച്ഛൻ അങ്ങനെയുള്ളൊരു മാനേജരല്ലായിരുന്നു. മലങ്കര സഭയുടെ നിർണായകമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്ന ആ പ്രധാന സദസ്സിൽ മലങ്കര മെത്രാപ്പോലിത്തന്മാർക്ക് ശക്തിയും ഊർജവും പകർന്നുകൊണ്ട് കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അഡിസ് ബാവായിൽ ഔഗിയൻ ബാവ പൗരസ്ത്യ സഭകളുടെ പിതാക്കന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാവായോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെയും പല വിദേശ സന്ദർഭത്തിൽ ഗീവർഗീസ് ബാവായോടൊപ്പവും അദ്ദേഹം പോയിട്ടുണ്ട്. സഭയുടെ പല നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ
മലങ്കര മെത്രാപ്പോലിത്തന്മാരെ ആലോചിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാനേജരച്ചൻ. ഒട്ടശ്ശേരി തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്ന മണൽ യാക്കോബച്ചനും ഈ TC ജേക്കബച്ചനും കറുപ്പും വെളുപ്പും എന്ന് പറയത്തക്കവണ്ണം സഭാകേന്ദ്രത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ചർച്ച ചെയ്യുവാനും ആലോചിക്കുവാനും എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഒട്ടശ്ശേരി തിരുമേനി വളരെ സവിശേഷമായി അദ്ദേഹത്തെ ആശ്രയിക്കുകയും പല കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഗീവർഗീസ് ദിദിയൻ ബാവ ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ആ കാതോലിക്ക സിംഹാസനത്തിൻ്റെ ഭരണ ക്രമീകരണങ്ങൾ ഒട്ടശ്ശേരി തിരുമേനി മലങ്കര സഭ മുഴുവൻ നിറഞ്ഞു നിന്ന് വലിയ ഗാംഭീര്യത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാതോലിക്കായി തിരഞ്ഞെടുത്ത് ആ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതിൽ വളരെയേറെ സഹായിച്ച ഒരു വ്യക്തിയാണ് TC ജേക്കബച്ചനെന്ന് നാം പറയുമ്പോൾ വളരെ ആദരവോടുകൂടി ഓർക്കേണ്ടതായ ഒരു വ്യക്തിയാണ്. വലിയ ക്രൈസിസ് ഒന്നും ഉണ്ടാകാതെ ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ആ രാസപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും അതേ അവസരത്തിൽ അദൃശ്യമായി നിന്നുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം കൊയ്യുവാനോ അദ്ദേഹം അല്പമെങ്കിലും ഒന്നും ആലോചിച്ചിരുന്നെങ്കിൽ ഒരു മെത്രാപ്പോലിത്ത ആകുന്നതിനൊന്നും ഒരു തടസ്സമോ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ സഭാകേന്ദ്രത്തിൽ പഴയ സെമിനാരിയിലായാലും പിന്നെ ദേവലോകത്തായാലും അത് വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആരാധനാ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്ഠ, സഭാപിതാക്കന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത, ഇതെല്ലാം എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. അങ്ങനെ ഇന്ന് ദേവലോകത്തിലുള്ള പരശതം ജോലിക്കാരും സ്ഥാനികളും ചുമതലക്കാരുമൊക്കെ വഹിച്ചിരുന്ന ജോലികൾ ഒറ്റയ്ക്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് ദേവലോകത്ത് നോക്കിയാൽ അറിയാം, അക്കൗണ്ടന്റുമാർ ഒരുപാട് പേരുണ്ട്, ക്ലർക്കന്മാരുണ്ട്, പ്യൂണന്മാരുണ്ട്, അതുപോലെ തന്നെ സ്ഥാനികളും അസ്ഥാനികളും, അങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ സംവിധാനങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇതൊറ്റ വ്യക്തി തന്നെയായിരുന്നു. മലങ്കര മെത്രാപ്പോലിത്തായ്ക്ക് കൽപ്പന ഡ്രാഫ്റ്റ് ചെയ്യുന്നത് മുതൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതിനേക്കാളുപരി ആരെങ്കിലും മലങ്കര മെത്രാപ്പോലിത്തായെ കാണാൻ വന്നാൽ അവരോട് ചേർന്ന് നിന്ന് അവരെ സൽക്കരിച്ച് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച വിശ്വസ്തനായ, ഉത്തമനും വിശ്വസ്തനുമായ ഒരു ദാസനെയാണ് ഇന്ന് നാം ഓർക്കുന്നത്. അതിനെന്തെങ്കിലും നേട്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. മണലച്ചനുമായിട്ട് ദീർഘനാൾ അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. സഭയുടെ വ്യവഹാരങ്ങളിൽ അതിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിന്, വേണ്ടതായ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നതിന്, രേഖകൾ തയ്യാറാക്കുന്നതിനൊക്കെ മാനേജരച്ചൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു. പുത്തങ്കാവിൽ തിരുമേനിയും അതുപോലെ തന്നെ പരിമല തിരുമേനിയും കാലം ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും അവർ കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്നത് പോലെ പല മാനേജർമാർ പല സന്ദർഭത്തിൽ പല സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും TC ജേക്കബച്ചൻ ഇന്നും മാനേജരച്ചൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലങ്കര സഭ മാസികയുടെ ആരംഭത്തിലും അതുപോലെ തന്നെ മറ്റ് പല നിർണായകമായ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സാന്നിധ്യവും നേതൃത്വവും വിശ്വസ്തയോടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മലങ്കര സഭ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമാണ്. മാത്യൂസ് പ്രഥമൻ ബാവ അദ്ദേഹം സംഭാഷണത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിന് ബഹുമാനമുള്ള 3-4 വൈദികരിൽ അഗ്രഗണ്യനായിരുന്നു മാനേജരച്ചൻ എന്നുള്ളതാണ്. ഔഗേൻ ബാവയുടെ കാലങ്ങളായപ്പോൾ തൊട്ട് അദ്ദേഹം ക്ഷീണിതനായി ആ കൃത്യനിർവഹണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും മാത്യൂസ് പ്രഥമൻ ബാവ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ മെത്രാപ്പോലിത്തന്മാരുടെ പേരുകളൊക്കെ പറയുമ്പോൾ അവരുടെ പുറകിൽ നിന്നുകൊണ്ട് അവരെ ശക്തരാക്കുകയും അവർക്ക് വേണ്ടതായ ആലോചനകൾ പറഞ്ഞു കൊടുത്ത്
വിപരീത ധൈര്യത്തോടുകൂടി അന്നത്തെ പ്രതിസന്ധികളെയൊക്കെ നേരിടുവാൻ തക്കവണ്ണം അവിടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു പുണ്യപുരുഷനാണ്. അതാണ് ഓർമ്മ, ദൈവം നൽകുന്ന ഓർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കേവലം മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ഓർമ്മകളൊക്കെ ശിഥിലമായി പോകുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ ദൈവം നൽകുന്ന ഓർമ്മ അത് ഒരു വലിയ ദാനമാണ്, അനുഗ്രഹമാണ്. അവരെന്നും ഓർമ്മയിലിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ഉപനിധി വിശ്വസ്തയോടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മൂറോൻ വിതരണം ചെയ്യുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇന്നത്തെ വികസിതമായ സഭയിൽ അനേകം വ്യക്തികൾ ചേർന്ന് നിർവഹിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് നിർവഹിച്ച ഒരു വലിയ അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരിക്കലും മുൻപിലേക്ക് നിന്ന് പ്രൊജക്റ്റ് ചെയ്യുവാനോ അതിൻ്റെ നേട്ടം കൈവരിക്കുവാനോ ഒരിക്കലും ശ്രമിക്കാതെ തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനി മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനത്ത് നിന്ന് മാറുന്നതും ഗീവർഗീസ് ദിദിയൻ ബാവ ആ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതും പിന്നെ സുദീർഘമായ ഏതാണ്ട് 30 വർഷക്കാലം കാതോലിക്കേറ്റിൻ്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലൂടെ വ്യവഹാരത്തിൻ്റെ മധ്യത്തിലും കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ. ഗീവർഗീസ് ദിദിയൻ ബാവയുടെ അവസാന സമയത്താണ് സഭാ സമാധാനത്തിൻ്റെ കേസ് പര്യവസാനിക്കുന്നതും അങ്ങനെ സഭയിൽ സമാധാനമുണ്ടാകുന്നു. ഔഗൻ ബാവയുടെ കാലത്ത് എന്നെ പിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തിരുമേനി നിർബന്ധമായിട്ട് പറഞ്ഞു, എൻ്റെ കാലം കൂടെ കഴിഞ്ഞ് അച്ഛനെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനമാണ്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് ആളുകൾ മനസ്സിലാക്കുവാൻ തുടങ്ങി. കാരണം ഒരു വ്യക്തി തന്നെ അനേകം കാര്യങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഉത്തമനും വിശ്വസ്തനുമായ ദാസൻ എന്ന നിലയിൽ മലങ്കര സഭാ പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് സഭയുടെ സഭാഗാത്രത്തെ സുന്ദരമാക്കുവാൻ അധ്വാനിച്ച് മൺമറഞ്ഞ് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നമ്മുടെയൊക്കെ സ്മരണയിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടാണ്, ദൈവം അദ്ദേഹത്തിന് നൽകുന്ന അനുഗ്രഹം കൊണ്ടാണ്. നല്ല ശുശ്രൂഷ, അതുപോലെ തന്നെ പരിചരണത്തിൽ ശുശ്രൂഷിക്കുന്നതിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി, ആ സ്നേഹം, അതുപോലെ തന്നെ സഭയുടെ പുതിയ നേതാക്കന്മാരെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്നത്തെ കാലത്ത് മാത്യൂസ് പ്രഥമൻ ബാവായുടെ കൂടെ അതിനുശേഷം മേൽപ്പട്ടക്കാരായിട്ട് വന്നിട്ടുള്ളവരെല്ലാം തന്നെ ദിദിമോസ് ബാവ ഉൾപ്പെടെ എല്ലാവരും തന്നെ മാനേജരച്ചനെ വളരെ ആദരവോടെ കരുതിയിരുന്നു. കാരണം മാനേജരച്ചനാണ് ഒരു ഗുഡ് സർവീസ് എൻട്രി ചേർക്കുന്നത്. അവരെയൊക്കെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പിതാക്കന്മാരുടെ അടുത്ത് എത്തിക്കുവാനും നല്ല നല്ല നേതാക്കന്മാരെ കണ്ടെത്തി അവരെ സഭയുടെ ശുശ്രൂഷയിലേക്ക് പരമേൽപ്പിക്കുന്നതിനും പ്രത്യേകമായി നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് അച്ഛൻ. അങ്ങനെ തന്നെ ഏൽപ്പിച്ച കാലഘട്ടം വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ വിശ്വസ്തയോടെ സഭയ്ക്ക് വേണ്ടി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ സഭയെ സേവിച്ച അനുഗ്രഹീതനായ ഒരു മാനേജർ. അദ്ദേഹം ഇന്നും മാനേജർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അതുപോലൊരു മാനേജർ അതിനുശേഷം മലങ്കര സഭയിൽ ഉണ്ടായിട്ടില്ല. അത്രയും അധികാരങ്ങൾ കൈയാളുന്ന ഒരു മാനേജർ ഇനി ഉണ്ടാകുകയില്ല, അതിനുശേഷമൊട്ട് ഉണ്ടായിട്ടുമില്ല. കാരണം ആ സഭയുടെ വളർച്ചയിൽ ആ നിർണായകമായ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ആ സഭയെ നയിക്കുന്നതിന് സഭാപിതാക്കന്മാർക്ക് വേണ്ടതായ ആലോചനയും ശക്തിയും പകർന്ന് അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്ന വിശ്വസ്തനായ ദാസനാണ്. ഉത്തമനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനാകുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിൽ താൻ ശുശ്രൂഷിച്ച പിതാക്കന്മാരുടെ ഒക്കെ സന്നിധിയിൽ ഇന്ന് അദ്ദേഹം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക ശ്രേഷ്ഠരായ 2 വൈദികർ, 2 പേര് കടന്നുപോയവരെ ഓർക്കുന്നു. നിംസി ജോർജ് അച്ഛനും അതുപോലെ തന്നെ ജേക്കബ് അച്ഛനും. ഈ ഇടവക ആ വിധത്തിൽ ശ്രേഷ്ഠരായ വൈദികരെ സഭയ്ക്ക് നൽകി എന്നുള്ളതിൽ നിങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.
ആ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തത്തക്ക വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുന്നതിൽ പ്രത്യേകമായ സന്തോഷം. പ്രിയപ്പെട്ട വികാരിയച്ഛൻ, വലിയച്ഛൻ അതിനുവേണ്ടി ഈ ക്രിസ്മസായാലും ഈ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, അതുപോലെയുള്ള നല്ല മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെ വിശദമാക്കി കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് അതൊക്കെ വിജയം വരിക്കുന്നു എന്നുള്ളതിനും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് മലങ്കര സഭയുടെ ഭാഗധേയം നിർണയം ചെയ്ത വൻപിയ പിതാക്കന്മാരോട് ചേർന്ന് വട്ടശ്ശേരി തിരുമേനിയും ഗീവർഗീസ് തിരിയൻ ബാവായും ഔഗേൻ പ്രഥമൻ കാതോലിക്കായോടും ചേർന്ന് നിന്നുകൊണ്ട് സഭാഭരണം നിർവഹിച്ച അതുല്യനായ ഒരു മാനേജര് അതിനുശേഷം അതിന് പിമ്പോ ഉണ്ടാകാത്ത വിധത്തിൽ ശ്രേഷ്ഠമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മണലച്ചൻ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്നേഹിതനാണ്. സഭയുടെ വ്യവഹാരത്തിൽ അവരുടെ ആലോചനയും അവരുടെ ചിന്തകളും അവരുടെ അധ്വാനവും വളരെയേറെ സഭയ്ക്ക് പ്രയോജനപ്പെട്ടു. മണലച്ചനാണെങ്കിലും ഒന്ന് വിചാരിച്ചാൽ സഭയുടെ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും എത്തിച്ചേരുവാൻ അന്നത്തെ കാലത്ത് സാധിക്കുമെങ്കിൽ ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് കേവലം മണലച്ചനായി തന്നെ തുടർന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനിയോടുള്ള ആദരവ് കൊണ്ട് ഗീവർഗീസ് തിരിയൻ ബാവ അദ്ദേഹത്തെ ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ വളരെയേറെ ആഗ്രഹിച്ചു. അവർ രണ്ടുപേരും അതിൽ നിന്ന് പിന്മാറി സഭാ ശുശ്രൂഷയിൽ പ്രവർത്തിച്ചു. ഇന്ന് ഇടിച്ചു കയറുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അതിൽ പുറകിൽ നിന്നുകൊണ്ട് സഭയെ ശുശ്രൂഷിച്ച ഉത്തമനായ ആ പിതാവിന് സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ നേരുന്നു. അതുപോലെയുള്ള നല്ല ജന്മങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വീണ്ടും ഉണ്ടാകുവാനും അവരുടെ സ്മരണ നമുക്ക് അനുഗ്രഹകരമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിലുള്ളവർ അച്ഛനെക്കുറിച്ച് ഓർക്കുകയും അറിയുകയും, ഞാൻ ഇന്നിവിടെ കുർബാന ചൊല്ലുന്നു എന്ന് കേട്ടപ്പോൾ അമേരിക്കയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനാണ്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് സഭ ആദരിക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രേഷ്ഠമായി ശുശ്രൂഷിച്ച് തിരുശ്ശീലയ്ക്ക് അപ്പുറത്ത് പോയിട്ടും 50 വർഷം കഴിഞ്ഞിട്ടും ആ സ്മരണയ്ക്കും ആ ഓർമ്മയ്ക്കും ഒരു കോട്ടവും തട്ടാതെ ഇന്നും പരിരക്ഷിക്കുന്നു എന്ന നിലയിൽ ഈ ഇടവകക്കാരെയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ അഭ്യുതകാംക്ഷികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഉത്തമനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനാകുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ആ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കട്ടെ. ആ ഭാഗ്യം കാണുവാനും അനുഭവിക്കുവാനും അതുപോലെ വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ബലഹീനരായ ഞങ്ങൾക്കും ദൈവമേ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു.